8 സീറ്റിലും നല്ല സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. മികവ് തെളിയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. എല്ലാ രാഷ്ട്രീയ രംഗത്ത് നല്ല പ്രവർത്തന പരിചയമുള്ളവരും മിടുമിടുക്കരുമാണ്. ജനസേവനം നടത്തുക എന്ന ലക്ഷ്യത്തോടെ വാർഡിന്റെ വികസന പുരോഗതി, പിന്നെ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രവർത്തനമാണ്. കഴിഞ്ഞ കൗൺസിലിൽ 8 പേര് മത്സരിച്ച 6 പേര് ജയിച്ചിട്ടുണ്ട്. ഈ 6 പേരും ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിന്ന് പ്രവർത്തിച്ചവരാണ്. അപ്പൊ ആ ഒരു മുൻതൂക്കം നമുക്കുണ്ട്. കാരണം പ്രവർത്തനങ്ങളിൽ നമ്മുടെ കൗൺസിലർമാർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പൊ ആ പ്രവർത്തനത്തിന്റെ തുടർച്ചയായിട്ട് ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങളിൽ, സുഖദുഃഖങ്ങളിൽ സന്തോഷത്തോടെ അവിടെ നിന്ന് അവരോടൊപ്പം നിന്ന് ആത്മാർത്ഥമായി സഹകരിച്ചു പോകുന്ന സ്ഥാനാർത്ഥികൾ എന്ന നിലയിൽ മാത്രമല്ല, വികസന കാര്യങ്ങളിൽ കേരള കോൺഗ്രസ് ബി മെമ്പർമാർ എല്ലായിടത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ മാത്രമല്ല, പത്തനാപുരത്തും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുദ്രാവാക്യം തന്നെ മതേതരത്വവും ജനാധിപത്യം വികസനം. ഇതാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ മുഖമുദ്ര. അത് നമ്മൾ ഉയർത്തിപ്പിടിക്കണം. ജനങ്ങളോട് നമ്മൾ പറയുമ്പോഴും അതാണ്. മതേതരത്വം നിലനിർത്തണം. പിന്നെ നമുക്ക് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കുക, അവരോടൊപ്പം സ്നേഹത്തോടെ നിൽക്കുകയും അവരെ നാടിന്റെ ആ പ്രദേശത്തിന്റെ വികസനത്തിന് ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കൗൺസിലർമാർ മുന്നോട്ട് വെച്ച് വിജയിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ 8 സീറ്റിലും നമ്മൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കണം. നമുക്ക് ജനങ്ങളുടെ ഒരു വിശ്വാസമുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ തവണ പ്രവർത്തിച്ച 6 വാർഡിലെ നമ്മൾ ജയിച്ച കൗൺസിലർമാരുടെ പ്രവർത്തനം മികച്ചതായിരുന്നതുകൊണ്ട് നമുക്ക് ജനങ്ങളിൽ ആ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് തുടർന്നും അതിനേക്കാൾ നല്ല പ്രവർത്തനം, വികസനവും കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ എന്തൊക്കെയാണോ കഴിഞ്ഞ തവണ ഓരോ കൗൺസിലർമാർക്കും അറിയാം, നേരത്തെ നിന്നവർക്കറിയാം, എന്താണോ ആ വാർഡിൽ ചെയ്യുമെന്ന് പറഞ്ഞ് അത് ചെയ്തു. അത് നമ്മൾക്ക് അഭിമാനത്തോടെ അവരോട് പറയാം. അതുകൊണ്ട് എല്ലാവരും വളരെ മിടുക്കോടുകൂടി ഇന്ന് തന്നെ പ്രവർത്തന രംഗത്തേക്ക് വരിക. പലരും ജനങ്ങളെ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഔദ്യോഗിക പ്രഖ്യാപിക്കുമെന്ന സാഹചര്യത്തിൽ LDFന്റെ പ്രവർത്തകരുമായി ഇന്ന് തന്നെ പ്രവർത്തന രംഗത്ത് വരിക. പിന്നെ പല സ്ഥലത്തും നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങളുണ്ട്. ആ വ്യക്തിപരമായ ബന്ധങ്ങളോട് ചില വോട്ടുകൾ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് നിങ്ങൾ ഉറപ്പിച്ചാൽ മതി, സ്ഥാനാർത്ഥി ഉറപ്പിച്ചാൽ മതി, വെളി പറയണ്ട. മനസ്സിലായി? വെളി പറഞ്ഞാൽ അത് തടയാനുള്ള ഏർപ്പാടുകളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക, നിങ്ങൾ ചോദിക്കുക, ഉറപ്പിക്കുക. നമുക്ക് നമ്മുടെ രാഷ്ട്രീയമായി നമുക്ക് എതിർക്കുന്ന ആൾക്കാർ പോലും നിങ്ങളിൽ പലർക്കും വോട്ട് ചെയ്യാൻ തയ്യാറാവും. അപ്പൊ ആ വോട്ട് കിട്ടുമെന്ന വിവരം നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചാൽ മതി, വെളി പറയണ്ട. ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന എല്ലാവരെയും വിജയിപ്പിക്കാൻ നമ്മുടെ പാർട്ടി പ്രവർത്തകർ സജീവമായി രംഗത്തുണ്ടാവണം. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ ഭരണം കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾ നൽകത്തക്ക രീതിയിലുള്ള പ്രവർത്തനമായിരിക്കണം നമ്മുടെ ഭാഗത്തുണ്ടാകുന്ന. എല്ലാവരോടും പറയുന്നു, നമ്മുടെ സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വപ്നത്തിൽ പോലും ഒരു പരാമർശം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ അങ്ങനെയാണ് ഇങ്ങനെയാണ് വിമർശനാത്മകമായിട്ട് എന്തെങ്കിലും സംശയം തോന്നിയാൽ ലീഡർഷിപ്പിനെ അറിയിക്കുക എന്നുള്ളതല്ലാതെ പുറത്ത് അതിനെക്കുറിച്ച് ഒരു പാർട്ടിയുടെ നേതാക്കളോ പ്രവർത്തകരോ സംസാരിക്കാൻ പാടില്ല. നമ്മൾ വളരെ പൂർണ്ണമായും എല്ലാ സീറ്റിലും നമ്മൾ ജയിക്കും എന്ന നിലയിൽ തന്നെ ആയിരിക്കണം പ്രവർത്തനം. എല്ലാ സീറ്റിലും ജയിക്കണം എന്ന നിലയിലായിരിക്കും പ്രവർത്തനം. പല അഭിപ്രായങ്ങളും നമ്മൾ ജംഗ്ഷനിൽ ഇറങ്ങുമ്പോൾ, റോഡിൽ ഇറങ്ങുമ്പോൾ കേൾക്കും. ആ അഭിപ്രായം കേട്ടുകൊണ്ട് അത് സംപ്രേഷണം ചെയ്യുന്ന ആളുകളായി അതിന്റെ ഒരു മുഴക്കമായിട്ട് കൊണ്ടു നടക്കരുത്. ആ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തേണ്ടവരെ ശ്രദ്ധയിൽപ്പെടുത്തുക. പൊതുവിടങ്ങളിൽ അത്തരം ചർച്ചകൾ പാടില്ല ഒരു കാരണവശാലും. അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥികളെല്ലാം ജയിക്കും, LDF സ്ഥാനാർത്ഥികളെല്ലാം ജയിക്കും എന്ന നിലയിൽ നമ്മുടെ കേരള കോൺഗ്രസ് ബി സ്ഥാനാർത്ഥികളുടെ ചിഹ്നം ഇന്ന് കേരളത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ചിഹ്നമാണ് ബസ്സാണ്. KSRTC ബസ്സാണ് നമ്മുടെ ചിഹ്നം. നമുക്ക് ആരും പരിചയപ്പെടുത്തേണ്ട. നമ്മൾ കേരളത്തിലെ ബസ്സിനെ പൊതുഗതാഗതമായ KSRTC ഉയർത്തിയെടുത്ത പാർട്ടിയാണ്. അപ്പൊ ആ ഒരു അഭിമാനത്തോടെ നമുക്ക് പറയാം, ബസ്സാണ് നമ്മുടെ ചിഹ്നം. നമ്മൾ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് അവസാനം നമുക്ക് ദൈവം കൊണ്ട് തന്നത് ബസ്സാണ് ചിഹ്നം. അപ്പൊ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും അതെ, എവിടെ പോകണമെങ്കിലും ബസ് വേണം. ഇപ്പൊ ബസ്സാണ് കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു വലിയ മാറ്റം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ബസ്സാണ് നമ്മുടെ ചിഹ്നം. അതുകൊണ്ട് എല്ലാ മത്സരവും കൊല്ലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ പഞ്ചായത്തുകളിലും നമ്മൾ മത്സരിക്കുന്നുണ്ട്. അവിടെയെല്ലാം വിജയം ഉറപ്പാക്കണം. LDFന്റെ വിജയം ഉറപ്പാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. വലിയ ഭൂരിപക്ഷത്തോടെ നമ്മൾ LDFനെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ സമീപപ്രദേശമുള്ള പഞ്ചായത്തുകളിലും അധികാരത്തിൽ കൊണ്ടുവരണം എന്ന് ഞാൻ എല്ലാവരുടെ സ്നേഹത്തോട് പറയാണ്. ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. എപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം ഓർക്കുക. LDF സ്ഥാനാർത്ഥികൾക്കെതിരെയോ എന്നുള്ള യാതൊരു പരാമർശത്തിനും കാതു കൊടുക്കേണ്ടതില്ല. നിങ്ങൾക്കെതിരെയും തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ മാനസികമായി തളർത്താനുള്ള എല്ലാ പരിശ്രമങ്ങളും ഉണ്ടാവും. അത് ഓർത്തുകൊള്ളുക. അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ചെവിയാക്കാൻ വയ്യാത്തോളം നിന്നാൽ മതി. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെവി കേട്ടൂടാ എന്ന് വിചാരിക്കുക. കാരണം പലപ്പോഴും വനിതാ സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കുമ്പോൾ അവരെ തളർത്താനുള്ള
ജാതി മതം ഇതെല്ലാം പറഞ്ഞ് തളർത്താൻ ശ്രമിക്കും. ജാതി മതമൊന്നും നമ്മുടെ പാർട്ടിയിൽ പ്രശ്നമല്ല. നമുക്ക് ജാതി മതം എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. നമ്മൾ ഒരു മതേതര പാർട്ടിയാണ്. അതുകൊണ്ട് ആ ജാതിക്കാർ അങ്ങനെ ചെയ്യും, ഈ ജാതിക്കാർ ഇങ്ങനെ ചെയ്യും ഒന്നുമില്ല. ഞാൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും യാതൊരുവിധ ജാതി ഭരണങ്ങളില്ല. ജനങ്ങൾ നന്മയ്ക്ക് വോട്ട് ചെയ്യും എന്ന് മാത്രമേ ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയത്തിൽ കാണുന്നുള്ളൂ. നന്മയ്ക്കും വികസനത്തിനും ജനങ്ങൾ വോട്ട് ചെയ്യും. അത് നിങ്ങൾ കണ്ടോളൂ. അത് ഈ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഞാൻ തെളിയിച്ചു തരാം. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലും പത്തനാപുരത്തും എല്ലാ സ്ഥലത്തും ജാതി മതങ്ങളല്ല, പകരം സമൂഹത്തിന് നന്മ ചെയ്യുന്നവർ വിജയിക്കും എന്ന് തെളിയിക്കും. അത് തെളിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. യാതൊരു ജാതി സമവാക്യങ്ങൾ നോക്കിയിട്ടല്ല സ്ഥാനാർത്ഥികളെ കൊടുക്കുന്നത്.